നമസ്കാരം. 2025 ഫെബ്രുവരി 28 ഒരു പ്രത്യേക ഓർമ്മ ദിനമാണ്. ഈ വീഡിയോയുടെ പിക്ചർ കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും അല്ലേ? അതായത് കേരളം എന്നും വളരെയധികം വേദനയോടെ ഓർക്കുന്ന ഒരു ഓർമ്മ ദിനമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 2025 ഫെബ്രുവരി 28. ഇപ്പോൾ 2026 ഫെബ്രുവരി 28 എത്തുന്നു. അതുകൊണ്ട് തന്നെയാണ് ഒരു വീഡിയോ ചെയ്യണം എന്ന് തോന്നിയത്. അതായത് കേരളത്തിൻ്റെ മനസാക്ഷിയെ ഏറ്റവും അധികം മുറിവേൽപ്പിച്ച് ഒരു സംഭവമാണ് 2025 ഫെബ്രുവരി 28 വെളുപ്പിന് ഏറ്റുമാനൂർ വെച്ച് പാഞ്ഞു വരുന്ന ഒരു ട്രെയിനിൻ്റെ മുന്നിൽ ഒരമ്മയും 2 പെൺകുഞ്ഞുങ്ങളും നിർബന്ധിച്ച് ജീവിതം അവസാനിപ്പിക്കേണ്ടി വന്നു. അതായത് ഒരു കുടുംബത്തിൻ്റെ അതിനിഷ്ഠൂരമായ പ്രവൃത്തിയുടെ ഒരു പറയാൻ പോലും കൂടെ വാക്കുകൾ കിട്ടുന്നില്ല. ക്രൂരമായ ഒരു പ്രവൃത്തിയുടെ ഇരയായി അവർ ആ 3 ജീവനുകൾ പാഞ്ഞു വരുന്ന ഒരു ട്രെയിനിൻ്റെ മുന്നിൽ അവസാനിപ്പിക്കുകയായിരുന്നു. എല്ലാവർക്കും അറിയാം, ഷൈനിയും 2 പെൺമക്കളും 2025 ഫെബ്രുവരി 28. അത് കേരള മനസാക്ഷിയെ ഒന്നടങ്കം ദുഃഖത്തിലാഴ്ത്തിയൊരു സംഭവമാണത്. അതിലേക്ക് നയിച്ച സംഭവങ്ങൾ പലരും മറന്നുപോയിട്ടുണ്ടാവാം. അതായത് തൊടുപുഴ ചുങ്കം ചേരിയിൽ കുടുംബത്തിലെ നോബി എന്ന വ്യക്തിയുടെ ഭാര്യയായിരുന്നു ഷൈനി. അതായത് BSc നേഴ്സിംഗ് പഠിച്ച് അവർ സ്വന്തം കാലിൽ നിന്ന് ജോലി ചെയ്യാനും ആ ഭർത്തൃകുടുംബത്തിന് വേണ്ടിയിട്ട് രാപ്പകൽ കഠിനാധ്വാനം ചെയ്തിരുന്ന ഒരു സ്ത്രീയാണ്. അത് ആ തൊടുപുഴ ചുങ്കം ആ പ്രദേശത്തുള്ള എല്ലാ ആളുകൾക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അതായത് ഭർത്താവ് മർച്ചൻ്റ് നേവിയിൽ സൈഡിൽ ജോലി ചെയ്യുന്നു, പുറം രാജ്യത്ത് 2-3 ലക്ഷം രൂപ സാലറി ഉണ്ടെന്ന് പറയപ്പെടുന്നു. എന്നിട്ട് പോലും അവരുടെ കുടുംബത്തിൽ അവരുടെ കുട്ടികളുടെ ആവശ്യത്തിന്, അവരുടെ കുടുംബ ആവശ്യത്തിന് ഈ സ്ത്രീ വളരെ കഷ്ടപ്പെടുകയായിരുന്നു. അതായത് ആ വീട്ടിൽ നിന്നുകൊണ്ട് തന്നെ അവർ ആ കുട്ടികളുടെ പഠനാവശ്യത്തിന് വേണ്ടിയിട്ട് പണം കണ്ടെത്തുകയായിരുന്നു. അത് അത്തരം തിക്താനുഭവങ്ങൾ ഒത്തിരി നമ്മൾ ആ ഒരു കാലഘട്ടത്തിൽ ചർച്ച ചെയ്തു പോയതാണ്. അതായത് കോഴികളെ വളർത്തി മുട്ട കൊണ്ട് വിൽക്കുന്നു, അതുപോലെ തന്നെ വാഴക്കൊലകളാണ്, കൃഷികളാണെങ്കിൽ ചെയ്യുന്നു, പറമ്പിലെ മഞ്ഞളുകളാണെങ്കിൽ പോലും കൃഷി ചെയ്ത് അത് ഏറ്റവും നല്ല മാർക്കറ്റ് വിലയ്ക്ക് കിട്ടുന്ന രീതിയിലേക്ക് അത് വിറ്റ് അങ്ങനെ ആ കുടുംബത്തിന് വേണ്ടി മാത്രം ജീവിച്ച ഒരു സ്ത്രീയായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ക്രിസ്ത്യാനികൾ അല്ലെങ്കിൽ പൊതുവായിട്ടൊക്കെ പറയുന്ന, അതായത് ഒരു മെഴുകുതിരി കത്തിച്ച് വെച്ച് കഴിഞ്ഞാൽ പരമാവധി പ്രകാശം പരത്തുകയും അതോടൊപ്പം തന്നെ ഉരുകി ഇല്ലാതാവുകയും ചെയ്യുന്ന ഒരവസ്ഥ. അതിൻ്റെ ഒരു പൂർണ്ണ ഉദാഹരണമായിരുന്നു ആ ഷൈനി എന്ന സഹോദരി. അതോടൊപ്പം തന്നെ 2 കുട്ടികൾ, അലീന, ഇവാന. ഒന്ന് ആലോചിച്ച് നോക്കണം. കാരണം 12 വയസ്സ് 14 വയസ്സ് ഒക്കെ പ്രായത്തിലേക്ക് കടക്കുന്ന കുട്ടികൾ, ആ കുട്ടികളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചാണ് പാഞ്ഞു വന്ന ട്രെയിനിൻ്റെ മുന്നിൽ ജീവിതം അവസാനിപ്പിക്കേണ്ടി വന്നു. ഭർത്താവിൻ്റെ ഭർത്തൃകുടുംബക്കാരുടെയും ക്രൂരമായ പീഡനങ്ങൾക്കും ക്രൂരമായ വിനോദങ്ങൾക്കും ഇരയായി അവർ ജീവിതം അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. സാധാരണ ഒരു കുടുംബ പ്രശ്നത്തിൻ്റെ പേരിൽ കുട്ടികളെ എടുത്തുകൊണ്ട് പോയി ആത്മഹത്യ ചെയ്യുന്ന ഒരു രീതി ആയിരുന്നില്ല ഷൈനിയുടെ ഈ കുഞ്ഞുങ്ങളുടെയും. അവർ നിരന്തരം ഭർത്തൃവീട്ടിൽ നിന്ന് പീഡനങ്ങൾ ഏറ്റുവാങ്ങി സഹിക്കവയ്യാതെ, അതായത് ശാരീരികമായിട്ട് അതേ രീതിയിൽ ക്രൂരമായ മർദ്ദനങ്ങൾക്ക് ഇരയായിക്കൊണ്ട് അവർ സ്വന്തം വീട്ടിലേക്ക്, അതായത് ഏറ്റുമാനൂർ 101 കവലയിലുള്ള അവരുടെ സ്വന്തം വീട്ടിലേക്ക് അവർ മാറുകയും അവിടെ നിന്നപ്പോൾ പോലും ഈ ഭർത്താവ് എന്ന നോബി നിരന്തരമായിട്ട് അവരെ ഫോണിലൂടെ അതിക്രൂരമായിട്ട് മാനസികമായിട്ട് പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയും നീയും നിൻ്റെ കുട്ടികളും എവിടെയെങ്കിലും ഒന്ന് പോയി ചത്ത് കിട്ടിയാൽ മതിയെന്ന് നിരന്തരം ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയും അതിൻ്റെ ഫലമായിട്ടെന്നോണം അവസാന നിമിഷത്തിൽ ഒരു ഗത്യന്തരവുമില്ലാതെ അതിലേക്ക് നയിച്ച പല കാര്യങ്ങളുമുണ്ട്.
സ്വന്തം വീട്ടിൽ ചെന്ന് നിന്ന് കഴിഞ്ഞ് സ്വന്തം പ്രായമായ മാതാപിതാക്കളെ ഒരു പരിധി വിട്ട് ആശ്രയിക്കുന്നതിൽ വരുന്ന വൈമനസ്യം ഷൈനിയെ നിരന്തരം ബാധിച്ചുകൊണ്ടിരുന്നു. കാരണം ആ മാതാപിതാക്കൾ വളരെ കഷ്ടപ്പെട്ട് പഠിപ്പിച്ച് BSc നേഴ്സിംഗായ ആ സ്ത്രീ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മറ്റ് കെയർ ടേക്കറായിട്ടുള്ള വർക്കിന് പോലും അവർ പോയിരുന്നു. ആ രീതിയിൽ പക്ഷേ ആ ജോലി പോലും കണ്ടിന്യൂ ചെയ്യാനായിട്ട് ഭർത്തൃ വീട്ടുകാർ സമ്മതിച്ചിരുന്നില്ല. അതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ ഭർത്താവിൻ്റെ ഒരു ജ്യേഷ്ഠനുണ്ട്, ബോബി ചേരിയിൽ എന്ന് പറയുന്ന ഒരു നരാധമനായ ഒരു പുരോഹിത വേഷം ധരിച്ച ശരിക്കും പറഞ്ഞ ഒരു പിശാച് എന്ന് തന്നെ പറയാം. അതായത് ബൈബിളിൻ്റെ ഭാഷയിൽ പറഞ്ഞ വെള്ളയടിച്ച കുഴിമാടങ്ങളെ എന്ന് പറയുന്നത് പോലുള്ള യേശുക്രിസ്തു വിളിച്ചിരിക്കുന്നതാണ്. അതിന് ആ ഒരു പേരിന് യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്ന ആ ഒരു വാചകത്തിന് വെള്ളയടിച്ച കുഴിമാടങ്ങളെ എന്ന് പറയുന്ന ആ ഒരു വാക്യത്തിന് പൂർണ്ണ അർത്ഥം കൊടുക്കാവുന്ന അല്ലെങ്കിൽ അതിന് പൂർണ്ണ യോഗ്യനാണ് ഈ ബോബി ചേരിയിൽ എന്ന ആ കള്ള പുരോഹിതൻ. അവൻ്റെ ഒരു ഇടപെടലിൽ മാത്രമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഷൈനിയും 2 കുട്ടികളും ഇല്ലാതായത്. ഭർത്താവായ നോബിയേക്കാൾ ഉപരി ശരിക്കും പറഞ്ഞാൽ നിയമപരമായിട്ട് കേസിൽ ഉൾപ്പെട്ടിരിക്കുന്ന പ്രതി എന്ന് പറയുന്ന ഭർത്താവായ നോബി മാത്രമേ ഉള്ളൂ. പക്ഷേ അവനേക്കാളും ക്രൂരത കാണിച്ചത് ഈ ബോബി ചേരിയിൽ എന്ന കൊടും ക്രിമിനലായിട്ടുള്ള ആ പുരോഹിതൻ തന്നെയാണ്. അവനെപ്പോഴും പുരോഹിത വേഷം ധരിച്ച് മറ്റ് പലയിടത്തും പോയിട്ട് ദൈവത്തിൻ്റെ പേരും പറഞ്ഞ് നടപ്പുണ്ടെന്നുള്ളതാണ് അറിവ്. ഇപ്പം ഇടയ്ക്കൂടെ വന്നിരുന്നു, വീണ്ടും നാട്ടുകാരെല്ലാം കൂടെ ഓടിച്ച് ഓസ്ട്രേലിയയിലേക്ക് കടന്നതായിട്ടാണ് അറിവിരിക്കുന്നത്. അവന് ഈ വിഷയം കഴിഞ്ഞത് ഓസ്ട്രേലിയയിലേക്ക് കടന്നിരുന്നു, വീണ്ടും ഇവിടെ വന്ന് തല പൊക്കിയെങ്കിൽ പോലും കൂടെ ജനങ്ങൾ അവരെ അങ്ങോട്ട്, കാരണം ജനങ്ങൾ അത്രമാത്രം വെറുത്തുപോയി. ഇപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചേരിയിൽ കുടുംബത്തിൽ ഒരു കൂലിപ്പണിക്ക് അല്ലെങ്കിൽ അവരുടെ വീട്ടിൽ ജോലിക്ക് പോലും ആൾക്കാർ നിൽക്കുന്നില്ലെന്നുള്ളതാണ് അറിവ്. കാരണം ആരെങ്കിലും അറിയില്ലാത്ത ഏതെങ്കിലും ബംഗാളികളോ ആരെങ്കിലും വന്ന് ജോലിക്ക് നിൽക്കുമ്പോൾ ഒരാഴ്ച കൊണ്ട് തന്നെ ഇവരുടെ ഈ കഥകളെല്ലാം മനസ്സിലാവുകയും പിന്നെ അതിനേക്കാൾ ഉപരി ആ ഷൈനിയുടെയും 2 കുഞ്ഞുമക്കളുടെയും ആ ഒരു ശാപം ആ കുടുംബത്തെ നിരന്തരം വേട്ടയാടുന്നതിൻ്റെ ഒരു പ്രതിഫലനം അത് അവിടെ ചെല്ലുന്ന എല്ലാ വ്യക്തികൾക്കും അത് അനുഭവപ്പെടുന്നത് കൊണ്ട് തന്നെ ആരും ആ വീട്ടിൽ നിന്ന് നിൽക്കാൻ പോലും ജോലിക്ക് പോലും കൊണ്ട് നിൽക്കാനായിട്ട് തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. ആ രീതിയിലാണ് കാര്യങ്ങൾ. എന്താണെങ്കിലും ആ ഷൈനിയുടെ ആ 2 കുഞ്ഞുങ്ങൾ ഷൈനിയൊക്കെ മരിക്കുന്നതിന് മുമ്പ് പറഞ്ഞിരിക്കുന്നതായ ആ മെസ്സേജുകൾ, ഷൈനി 2 മാസം കഴിഞ്ഞാൽ ഷൈനി ലോൺ അടക്കില്ലേ? നോബി വരാൻ എന്തെങ്കിലും നടക്കുവോ? നോബിയുടെ ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ കേസ് നടക്കുമല്ലോ, അത് കൈവന്ന് തരാന്നാ പറഞ്ഞത്. അപ്പൊ ഈ ഞങ്ങളുടെ കാര്യം കഷ്ടത്തിലാവൂലേ? ലോണിന് എത്ര നാളെന്ന് വെച്ചാൽ നമ്മൾ ഈ ഇതിനടുത്ത് അടയ്ക്കാനും പറ്റത്തില്ല, പൈസയൊക്കെ തീർന്നില്ലേ? അന്ന് ചേച്ചി പറഞ്ഞ മറ്റേ ഇതങ്ങാണ്ട് എനിക്ക് വേണ്ടി അത് ഫോൺ ചെയ്തിട്ട് പിന്നെ ലാസ്റ്റ് അടിച്ചാമെന്നല്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങളത് ചോദിച്ചപ്പോ അവര് സമ്മതിക്കില്ലെന്ന് പറഞ്ഞു. ഞാൻ എന്താ ചെയ്യാ? നിങ്ങളെ മമ്മിയോട് ചോദിച്ചിട്ട് മമ്മിക്ക് അവിടെ ഒന്നും ആവശ്യത്തിനല്ല എടുത്തേക്കണത്, ഷൈനിയുടെ അച്ഛന് വേണ്ടിയിട്ട് എടുത്തെന്നോ? അച്ഛനോട് ചാവാൻ കിടക്കുമല്ലോ, അച്ഛൻ വേണ്ടി എടുത്തു. അങ്ങനെ എടുത്തെന്നാ അവര് പറഞ്ഞത് ഞങ്ങളോട്. അവർക്ക് വേണ്ടിയിട്ടൊന്നും എടുത്തിട്ടില്ലെന്ന് പറഞ്ഞു. നോബി എന്നോ തന്നെ അതൊരു പിടുത്തമില്ല. ഇപ്പൊ നോട്ടീസ് ഇവരോട്ട് തിരിച്ചു വിട്ടവര്. ഇനി അടുത്ത മാസം 14-ാം തീയതി ഒരെണ്ണം വിട്ടേക്കുന്നത്. തോമസ് ചേട്ടനെ വിളിച്ചു നോക്കി നോബീനെ, പക്ഷെ കോൾ എടുക്കുന്നില്ല. ഞാൻ വിളിച്ചായിരുന്നു. ഞാൻ ഇപ്പൊ ഇടയ്ക്ക് പിള്ളേരെ വിളിക്കാറുണ്ട്. ഞാൻ വിളിച്ചപ്പോൾ അതിനോട് പറഞ്ഞത് കേസ് നടക്കുമല്ലേ, അത് കഴിയുമ്പത്തേ ആലോചിച്ചിട്ട് പറയാന്ന് പറഞ്ഞു. അതുവരെ ഞങ്ങളുടെ കാര്യം കഷ്ടത്തിലാവൂലേ? ലോണിപ്പോ തീരാവുന്ന രീതിയിലായിട്ടുണ്ട്. അത് അടച്ചു തീർന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് വേണമെങ്കിൽ ലോണും കിട്ടത്തില്ല. എന്താ ചെയ്യുന്നത്? ഞാനിപ്പോ എനിക്കിപ്പോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അവസ്ഥയിലേക്ക്. ഞാനിപ്പോ അത് മുഴുവൻ അടച്ചു കഴിയുമ്പത്തേ അവര് പിന്നെ പറയല്ലേ, നിന്റെ അവസ്ഥ തന്നെ എടുത്തെന്നല്ലേ അവര് പറയുള്ളൂ. ഞാൻ അടുത്തോണ്ട് പോകുന്നില്ല പറയൂ. ഞാനിപ്പോ എനിക്കിപ്പോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പൊ ഞാൻ എന്ത് ചെയ്യും? നീ അവരുടെ വീട്ടിൽ പോയിരിക്കേണ്ടി വരും. പോലീസുകാരെന്നാന്ന് പറഞ്ഞു? പോലീസുകാരെന്നാ പറയുന്നത്? പോലീസുകാർ വക്കീലാണെങ്കിൽ എന്നോട് പറഞ്ഞു നീ ഇതായിട്ട് പറ, അല്ലാതെ ഇപ്പൊ നീ ഇപ്പൊ എടുത്തു കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നിന്റെ ഇതിലോട്ടാന്ന് ചോദിക്കുന്നത് എടുത്ത് കൊടുക്കാനായിട്ട്. അതിപ്പം ഇത് കേസിന്റെ വരുമ്പോ എന്തായാലും പൈസ മേടിച്ചു തരും വക്കീല്, അന്നേരം കൊടുക്കാന്ന് പറയാൻ അവര് പറയുന്നത്. അതായത് ഒരു രീതിയിലും ആ സ്ത്രീയെ ജീവിക്കാൻ അനുവദിച്ചിരുന്നില്ല. സ്വന്തം വീട്ടിലേക്ക് ഭർത്തൃ വീട്ടിൽ നിന്നുള്ള ശല്യം സഹിക്കാൻ വയ്യാതെ അവർ തൊടുപുഴ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തൊടുപുഴ പോലീസിൽ പരാതി വരെ കൊടുത്ത് അതിപ്പോൾ കേസ് നടപ്പുണ്ട്, ഗാർഹിക പീഡന കേസിൽ. ആ കേസിൽ തൊടുപുഴ ഇട്ടിരിക്കുന്ന കേസിൻ്റെ നമ്പർ പോലും കൂടെ 1046/2024 FIR ഇട്ടിരിക്കുന്നത്. 1046/2024. ആ കേസ് അവർ
ഗാർഹിക പീഡനത്തിന് അവിടെ പരാതി കൊടുത്തതിന് ശേഷം ഏറ്റുമാനൂർ എന്നതിന് ശേഷം കോട്ടയം ജില്ലയിൽ തന്നെ ഏകദേശം 10-12 സ്ഥാപനങ്ങളിൽ ആ സ്ത്രീ 2 മക്കളെ വളർത്താനും വേണ്ടിയിട്ട് അവർ ജോലിക്ക് അന്വേഷിച്ച് നടന്നു. അതായത് അവർക്ക് ജോലി കിട്ടില്ലാത്തതുകൊണ്ടല്ല, അവർ അത്രയും എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു BSc നേഴ്സ് കുറഞ്ഞ ശമ്പളത്തിലാണെങ്കിൽ പോലും ജോലി ചെയ്യാനായിട്ട് അവർ വളരെ തയ്യാറായി കഴിഞ്ഞപ്പോഴത്തേക്കും അവരെവിടെ ജോലിക്ക് കയറുന്നു അതിങ്ങനെ അന്വേഷിച്ചുകൊണ്ട് നടക്കുന്ന ഒരു പണിയായിരുന്നു കോട്ടയം രൂപതയിൽ തന്നെ പെട്ട ഈ ബോബി ചേരിയിൽ എന്ന ഈ ഭർത്താവിൻ്റെ ജ്യേഷ്ഠനായ ഈ കള്ള പുരോഹിതൻ്റെ പരിപാടി. അതിനു വേണ്ടിയിട്ട് അയാളുടെ കുറേ സിൽബന്തികളെ ചുമതലപ്പെടുത്തിയിരുന്നു. ഇവളെവിടെയൊക്കെയാണ് ജോലിക്ക് പോകുന്നതെന്ന്. അതായത് അനുജൻ്റെ ഭാര്യ ഒരു രീതിക്കും അവൻ്റെ വീട്ടിൽ നിന്നപ്പോൾ അവൻ്റെ എന്തോ ദുരുപയോഗത്തിന് അല്ലെ ഇംഗിതത്തിന് വഴങ്ങിയില്ല എന്നുള്ള ഒരു കിംവദന്തിയും അത്തരം ഒരു സാഹചര്യങ്ങളെ അവിടെ ഉണ്ടായതായിട്ട് പറയപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ഭർത്തൃ വീട്ടിൽ നിന്നും പോയ അനുജൻ്റെ ഭാര്യയെ നിരന്തരം എവിടെ ഈ ഭൂമിയിൽ വെച്ച് വാഴിക്കരുതെന്നുള്ള ഒരു നികൃഷ്ടമായ ചിന്ത, ആ ചിന്തയുടെ പ്രതിഫലം എന്നവണ്ണം ഈ സ്ത്രീ കോട്ടയം ജില്ലയിലെ പല ഹോസ്പിറ്റലുകൾ, വൃദ്ധസദനങ്ങൾ, അങ്ങനെ പല സ്ഥലങ്ങളിൽ ജോലി ചെയ്യുമ്പോൾ അവിടെ നിന്നെല്ലാ തടസ്സങ്ങൾ, അതായത് ഇവൻ്റെ സ്വാധീനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ പുരോഹിതനായതുകൊണ്ട് ഇവന് പല രീതിയിലേക്കും അവിടെ സ്വാധീനിക്കാൻ പറ്റും. നമുക്കറിയാം കാരിത്താസ് ഹോസ്പിറ്റലിൽ പോലും കൂടെ ഇവർ ജോലിക്ക് ജോയിൻ ചെയ്യാനായിട്ട് എല്ലാ ആപ്ലിക്കേഷനും എല്ലാം റെഡിയായി അടുത്ത ദിവസം വന്ന് ജോയിൻ ചെയ്തോ എന്ന് പറഞ്ഞതിന് ശേഷം അവർ ജോയിൻ ചെയ്യാൻ ചെല്ലുമ്പോൾ പറയുകയാണ്, ഇല്ല അത് ഇപ്പം നിങ്ങൾ ജോയിൻ ചെയ്യേണ്ട, നിങ്ങളെ പിന്നെ അറിയിക്കാമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഒഴിവാക്കി. അങ്ങനെ പല സ്ഥലങ്ങളിലും പോയി അവസാനമാണ് എവിടെയും ഗത്യന്തരം ഇല്ലാതെ ഇരിക്കുകയും അതോടൊപ്പം തന്നെ ഈ ഭർത്താവിൻ്റെ നിരന്തരമായിട്ടുള്ള ഭീഷണിയും അങ്ങനെ ഒരു രീതിയിലും ജീവിക്കാൻ സമ്മതിക്കാത്ത വന്നിരുന്ന സാഹചര്യത്തിലാണ് അവർ ഈ 2025 ഫെബ്രുവരി 28 വെളുപ്പിന് പാഞ്ഞു വരുന്ന ഒരു ട്രെയിനിൻ്റെ മുന്നിൽ ഏറ്റുമാനൂർ വെച്ച് ജീവിതം അവസാനിപ്പിച്ച് 2 മക്കളെയും നെഞ്ചിനോട് ചേർത്ത് പിടിച്ച് ചിന്നിച്ചിതറി പോയ ആ മൃതശരീരങ്ങൾ, മാംസകഷ്ണങ്ങൾ പെറുക്കിയെടുത്ത പോലീസ് ഉദ്യോഗസ്ഥരുടെയും അവരുടെയൊക്കെ ആ വിവരണം കേട്ടാൽ പോലും കൂടെ നമുക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റില്ല. ആ അത്രയും ഭീകരമായ സംഭവത്തിൻ്റെ പ്രതിയായിട്ട് വന്നിരിക്കുന്ന ഈ ഭർത്താവ് മാത്രമേ ഉള്ളൂ. ഭർത്താവ് എന്ന നോബി, അവൻ പോലും വളരെ കുറഞ്ഞ ദിവസങ്ങളിൽ മാത്രം വരുന്ന റിമാൻഡിൽ കടന്നു എന്നുള്ളതിൽ കഴിഞ്ഞ് കാര്യമായ ഒരു സംഭവങ്ങളും ഈ നിമിഷം വരെ ഉണ്ടായിട്ടില്ല. കാരണം അവനെ അതിനകത്ത് പ്രതിയാക്കി, അവനെ മാത്രമേ പ്രതിയാക്കിയിട്ടുള്ളൂ. അവൻ സ്വാഭാവികമായിട്ട് കുറച്ച് ദിവസം റിമാൻഡിൽ കടന്നു, ജാമ്യം എടുത്ത് പുറത്തു വന്നു. ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നു. CC 685/2025 പ്രകാരം ജില്ലാ അഡീഷണൽ സെഷൻസ് കോർട്ട് കോട്ടയം, അവിടെയാണ് ഇപ്പോൾ കേസ് നടക്കുന്നത്. അത് അങ്ങനെ നടക്കുന്നു. അതിനകത്ത് ഈ നോബി മാത്രമേ പ്രതിയുള്ളൂ. ഒന്ന് ആലോചിച്ച് നോക്കണം. അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ കാരണന്മാർ, അതായത് ഷൈനിയുടെ കുടുംബക്കാർ ആ സ്ത്രീയെ വിവാഹം ചെയ്തയച്ച് ഇന്ന സന്ദർഭത്തിൽ കൊടുത്തിരുന്ന പണവും സ്വർണവും അതോടൊപ്പം തന്നെ ആ ഷൈനി അധ്വാനിച്ചുണ്ടാക്കിയ ഷൈനിയുടെ പേരിൽ ഉള്ള 2 വാഹനങ്ങൾ, ഇതെല്ലാം ഇന്നും ശരിക്കും പറഞ്ഞാൽ ആ 3 പേരെയും കൊലയ്ക്ക് കൊടുത്ത വ്യക്തിയാണ് ഇന്ന് അതിൻ്റെ അവകാശിയായിട്ടിരുന്ന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. എത്ര ഭീകരമാണ്, എത്ര ക്രൂരമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഒന്ന് ആലോചിച്ച് നോക്കുക. എന്താണെങ്കിലും ശരി, ഇതേപ്പറ്റി പൊതുസമൂഹത്തിൽ വളരെയധികം വേദനയുണ്ട്. അതുപോലെ തന്നെ അനേകം ഷൈനിമാരും അനേകം അലീനമാരും അനേക ഈവാനമാരും ഇത്തരം പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നുണ്ട്. അവരെ എല്ലാവരും ഈ വിഷയത്തിനകത്ത് വളരെ ജിജ്ഞാസയോടുകൂടി നിൽക്കുമ്പോൾ നമ്മുടെ ഇവിടുത്തെ പൊതുസമൂഹം ഇനിയെങ്കിലും ഇത്തരത്തിലൊരു ഷൈനിമാരോ ഇവാനമാരോ അലീനമാരോ ഉണ്ടാവാതിരിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ ഒരു കാര്യം മാത്രമാണ് ഇന്നിപ്പോൾ ഒന്ന് പറയുന്നത്. വരും ദിവസങ്ങളിലും ഇതേപ്പറ്റിയുള്ള കാര്യങ്ങൾ കുറച്ചുകൂടി പൊതുസമൂഹത്തെ അറിയിക്കണം എന്നുണ്ട്. ഏതായാലും ഇന്ന് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. വളരെ വേദനയോടുകൂടി മാത്രം ഈ വീഡിയോ ഇപ്പോൾ ഇവിടെ നിർത്തുന്നു.